Hey, my dear beautiful souls, welcome back to my channel Arcana Studio 777. Okay, ഈ ഒരു ദിവസം നിങ്ങളുടെ റിലേഷൻഷിപ്പ് എനർജി എങ്ങനെയായിരിക്കും നോക്കാം. ലവ് റീഡിംഗ് ആണ് നോക്കുന്നത്. ഓക്കെ, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഏതൊരു എനർജി വൈബ്രേഷനിലായിരിക്കും നിങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോറി. ഓക്കെ, നിങ്ങളുടെ കറന്റ് എനർജി ലെവൽ എങ്ങനെയാണെന്ന് നോക്കാം. എന്തിലാണ് കുറച്ച് ഒന്ന് ഫോക്കസ്ഡ് ആയി മാറേണ്ടത്? എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് നൽകുന്നത് നോക്കാം. ഓക്കെ, നിങ്ങളിപ്പോ ഒരു വിഷമാവസ്ഥയിലൊക്കെ ഉള്ളതായിട്ടാണ് കാണുന്നത്. ഒരു എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ആശയക്കുഴപ്പത്തിലൊക്കെ ഉള്ളതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഒരു പക്ഷേ നേരത്തെയുള്ള എന്തെങ്കിലും സെറ്റ് ബാക്സിലൊക്കെ കടന്നു പോകുന്ന വ്യക്തികളായിരിക്കാം മേ ബി. ഓക്കെ, പക്ഷേ നിങ്ങൾ കൂടുതൽ ഫോക്കസ്ഡ് ആകേണ്ടത് ഈ ഒരു ടൈമിൽ നിങ്ങൾ ഈ പാസ്റ്റ് എനർജിയിൽ നിന്ന് നിങ്ങൾ കുറച്ചൊന്ന് കരിയറിലോ മറ്റെന്തെങ്കിലും കാര്യത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പോകണം എന്നാണ് പറയുന്നത്. ബിക്കോസ് ഈ ഒരു എനർജി നിങ്ങളെ ഒരുപാട് ഡൗൺ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ ഒരുപാട് എന്താ ഹീൽ ചെയ്യപ്പെടേണ്ട ഒരു സമയമാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു എന്താ പറയാ, നിങ്ങൾക്ക് എന്താണ് തിരഞ്ഞെടുക്കേണ്ടത്, ഒരു ഓപ്ഷണൽ ആയിട്ട് എന്തോ സംഗതി ഉണ്ട്. ഇത് വേണോ അത് വേണോ, അതായത് ചോയ്സസ് അതെയാ, നിങ്ങൾ ആ ചോയ്സിൽ ഏത് വേണം എന്നുള്ളതും കൺഫ്യൂഷൻ ആണ്. സോ അതിൽ ബെറ്റർ ആയിട്ടുള്ളത് എടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. സോ ചിന്തിച്ച് വേണം നിങ്ങൾ തീരുമാനം എടുക്കേണ്ടത് എന്നുള്ളതാണ്. സോ ലവ് എനർജി വളരെ മോശം എന്നല്ല പറയുന്നത്. നിങ്ങൾ പഴയ ഓർമ്മകളിൽ കുടുങ്ങി ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറുമെന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് കിട്ടേണ്ട ബ്ലെസ്സിങ്സ്, നിങ്ങൾ അട്രാക്ട് ചെയ്യേണ്ട പോസിറ്റീവ് എനർജി ഒക്കെ കുറച്ച് കുറഞ്ഞു പോകുമോ എന്നുള്ള ഒരു രീതിയിലാണ് റീഡിങ് വന്നിട്ടുള്ളത്. സോ പഴയ ഓർമ്മകൾ ഓർത്ത് അല്ലെങ്കിൽ പഴയ കാര്യങ്ങൾ ഓർത്ത് നിങ്ങളുടെ എനർജി കളയരുത്. നിങ്ങളുടെ അവിടെ നിന്ന് ഹീൽ ചെയ്യേണ്ടതാണെങ്കിൽ ഹീൽ ചെയ്യപ്പെട്ട് മുന്നോട്ട്, സെൽഫ് ഹീലിംഗ് ആണെങ്കിൽ അങ്ങനെ നിങ്ങൾ ഹീൽ ചെയ്ത് മുന്നോട്ട് പോകണം. ഓക്കെ, നിങ്ങൾക്ക് നല്ല നല്ല ബ്ലെസ്സിങ്സ് ഒക്കെ ഉണ്ടാകാനുണ്ട്. ഇപ്പം ലൈഫിലും റിലേഷൻഷിപ്പിലും കരിയറിലും ഒക്കെ നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു മേഖലയെങ്കിലും നിങ്ങൾക്ക് വളരെ ബ്ലെസ്ഡ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അത് നിങ്ങൾ നോക്കുക, അതിലേക്കൊന്ന് ഫോക്കസ്ഡ് ആയി കുറച്ച് നാളെങ്കിലും അങ്ങനെ ഇരിക്കൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ബിക്കോസ് നിങ്ങളുടെ ലവ് എനർജി കുറച്ചൊന്ന് കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലാണ്. ഓക്കെ, സോ നിങ്ങൾ അതിൽ നിന്ന് പിന്നെ നിങ്ങൾ ആലോചിച്ച് ആ ചോയ്സ് ഏതാണ് വേണ്ടതെന്ന് സെലക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ ഓപ്ഷനിൽ ഏത് വേണമെന്ന് നിങ്ങൾ ബുദ്ധിപരമായി ചിന്തിച്ച്